ഹായ് ഓൾ, വെൽക്കം ടു KS മെൻറ്റർ. ഇംഗ്ലീഷ് നമുക്കെല്ലാവർക്കും അറിയാം. ഈ +2 ലെവൽ നോക്കിയാലും 10ാം ക്ലാസ് ലെവൽ നോക്കിയാലും ഡിഗ്രി ലെവൽ നോക്കിയാലും PSC പരീക്ഷകൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഗമാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിലൊന്നായ ക്വസ്റ്റ്യൻ ടാഗ്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗിന് കുറച്ച് റൂൾസ് ഉണ്ട്. നമ്മൾ അറിയാമെന്ന് വച്ച് അവിടെ പോയി തെറ്റിച്ചിട്ട് വരുന്ന ഒരു ഭാഗമാണ് ക്വസ്റ്റ്യൻ ടാഗ്. അതെങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാമെന്നുള്ളതാണ് വീഡിയോ. മുഴുവനായിട്ട് വീഡിയോ കാണുക. കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ മേഖലകളിൽ നിന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോ ഭാഗത്തു നിന്ന് ഇതെങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. അതുകൊണ്ട് മുഴുവനായിട്ടും ഈ വീഡിയോ കാണണം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളത്? ഒരു സെൻറ്റൻസിനോടൊപ്പം, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ളതാണ്, ഒരു സെൻറ്റൻസിനോടൊപ്പം ഒരു ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്യുന്നു. ഒരു ക്വസ്റ്റ്യൻ്റെ ടാഗ് ചെയ്ത് വെക്കുകയാണ്. ഒരു സെൻറ്റൻസിനോടൊപ്പം എന്താ ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പോസിറ്റീവ് ഓർ അഫോർമേറ്റീവ് ദ ക്വസ്റ്റ്യൻ ടാഗ് ഷുഡ് ബി. നമ്മളെല്ലാം പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. സെൻറ്റൻസ് പോസിറ്റീവ് ആണ് എങ്കിൽ ടാഗ് നെഗറ്റീവ് ആകും. സെൻറ്റൻസ് നെഗറ്റീവ് ആണ് എങ്കിൽ ടാഗ് പോസിറ്റീവ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നോട്ടും നെയ്തറും നത്തിങ്ങും ഒക്കെ ചേർത്ത് എഴുതുന്ന സാധനങ്ങളെല്ലാം നമുക്കറിയാം. അതൊക്കെ നെഗറ്റീവ് ആണെന്നും അല്ലാത്തതെല്ലാം പോസിറ്റീവ് ആണെന്നും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതിനനുസരിച്ചിട്ട് മാറും. അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ടാഗ് നെഗറ്റീവ് ആവും. സെൻറ്റൻസ് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ടാഗ് എന്തായിട്ട് മാറും, പോസിറ്റീവായിട്ട് മാറും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ്, സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആവും, സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആവുന്ന. എന്നാൽ എന്തൊക്കെയാണ് നെഗറ്റീവ് എന്നറിയണ്ടേ? വെറും നോട്ടും നെയ്തറും നത്തിങ്ങും മാത്രമല്ല, കുറേ വേർഡ്സ് കൂടിയുണ്ട്. നോക്കുക, നോ നെഗറ്റീവ് ഫോമാണ്, നോട്ട് നെഗറ്റീവ് ഫോമാണ്. നോട്ട് വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് നെഗറ്റീവ് ആകും. നോൺ നെഗറ്റീവാണ്, നൺ നെഗറ്റീവാണ്, നോർ നെഗറ്റീവാണ്. ഇൻഡ് അത് നോട്ട് എന്ന് പറയുന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. അത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം എന്താണ് നെഗറ്റീവാണ് എന്നുള്ളത്. നില്ല് നെഗറ്റീവ് ഫോമാണ്. നില്ല് വന്നു കഴിഞ്ഞാൽ അവിടെ നെഗറ്റീവ് ഫോമാണ്. നില്ല് എന്ന് പറയുന്ന ഒരു വേർഡ് ആ സെൻറ്റൻസിനകത്തുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് ഫുൾ നെഗറ്റീവായി മാറി. അപ്പോൾ ടാഗ് എന്താകണം, പോസിറ്റീവ് ആകണം. നോബഡി നെഗറ്റീവാണ്, നോ വൺ നെഗറ്റീവാണ്, നത്തിങ് നെഗറ്റീവാണ്. ഇതൊക്കെ നമുക്ക് നോ എന്നുള്ള വേർഡ് ഉള്ളത് കൊണ്ട് കണ്ടുപിടിക്കാം. ഇനിയുള്ളത് നോക്കുക, ഹാഡ്ലി, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, നെവർ, സെൽഡം, ഫ്യൂ, ലിറ്റിൽ, നെയ്തർ. ഫ്യൂ നെഗറ്റീവാണ്, ലിറ്റിൽ നെഗറ്റീവാണ്, സെൽഡം നെഗറ്റീവാണ്, നെവർ നെഗറ്റീവ്. അപ്പോൾ സെൽഡം എന്ന് പറഞ്ഞൊരു വേർഡ് ആ ഒരു സെൻറ്റൻസിലുണ്ടെങ്കിൽ ഓർത്തോളുക, അതെന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ടാഗ് എന്താകണം, പോസിറ്റീവ് ആണ്. ഇതാണ് റൂൾ. അപ്പോൾ നമുക്ക് ഇനി അടുത്തറിയേണ്ടത്, ചില പോസിറ്റീവ് നമുക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ മാറാത്ത ചില സാധനങ്ങളുണ്ട്. അതാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. എ ലിറ്റിൽ, ദ ലിറ്റിൽ, എ ഫ്യൂ, ദ ഫ്യൂ, ഇത് പോസിറ്റീവാണ്. ഇതെന്തല്ല, നെഗറ്റീവ് അല്ല. എന്താണ്, എ ലിറ്റിൽ, എ ഫ്യൂ, ദ ലിറ്റിൽ, ദ ഫ്യൂ ഒക്കെ എന്താണ്, പോസിറ്റീവായിട്ടുള്ള. ഇത് വരികയാണെങ്കിൽ നെഗറ്റീവ് എന്ന് ആലോചിച്ച് കളയരുത്. എ ഇല്ലാതെ ലിറ്റിൽ വന്നാൽ അത് നെഗറ്റീവാണ്. പക്ഷേ എ ലിറ്റിലാണ് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, പോസിറ്റീവായിരിക്കും. അപ്പോൾ നമ്മൾ നെഗറ്റീവിൻ്റെയും പോസിറ്റീവിൻ്റെയും വ്യത്യാസം, അല്ലെങ്കിൽ ഏതാണ് നെഗറ്റീവ് എന്നും ഏതാണ് പോസിറ്റീവ് എന്നുള്ളതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നോക്കാം. ഐ എം നോട്ട് ലേറ്റ്. ഐ എം നോട്ട് ലേറ്റ് എന്താണ്? നമുക്കറിയാം, നോട്ട് കൊടുത്തിട്ടുണ്ട്. നോട്ട് കൊടുത്തത് കൊണ്ട് തന്നെ സെൻറ്റൻസ് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, പോസിറ്റീവാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആരെ നോക്കണം, അതാണ് നമ്മൾ പറയാൻ പോകുന്ന റൂള്. ഫസ്റ്റ് നമ്മൾ ആരെ നോക്കണം, ആരാണോ ഓക്സിലറി, ആരാണോ സെൻറ്റൻസിലെ ഓക്സിലറി, ആ ഓക്സിലറി അതുപോലെ എടുത്തെഴുതുന്നു. ആം, ശരിയാണ്. അടുത്തത് ആരാണോ അതിലെ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് നമ്മൾ ഇപ്പുറത്ത് എഴുതുമ്പോൾ എന്തായിട്ട് മാറും, അത് നൗൺ ആണെങ്കിലും പ്രോനൗൺ ആണെങ്കിലും ഇപ്പുറത്ത് പ്രോനൗൺ ആയിട്ട് തന്നെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഐ ആണ്. യെസ്, ശരിയാ. ആം നോട്ട് ലേറ്റ് എന്നുള്ളത് എന്തായിട്ട് മാറും, ആം ഐ. കാരണം സെൻറ്റൻസ് നെഗറ്റീവാണ്, പോസിറ്റീവ് ആകണം. ആം എഴുതുന്നു, ഐ എഴുതുന്നു. ഇതേ സാധനം നമ്മൾ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്താ വരിക, ഐ എം ലേറ്റ്. ഐ എം ലേറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യം ഓക്സിലറി നോക്കുന്നു, ആം ആണ് നോക്കുന്നത്. ആമിൻ്റെ ഐ എന്നെഴുതി വയ്ക്കരുത്. നമുക്ക് ഓപ്ഷനിൽ നിർബന്ധമായും ഈ പറയുന്ന കാര്യം അതിനകത്തുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. ആമിൻ്റെ ഐ, അതല്ല ആൻസർ. ആം നെഗറ്റീവ് ആകുമ്പോൾ ആറിൻ്റെ ഐ, ആറിൻ്റെ ഐ മാറിപ്പോകരുത്. നെഗറ്റീവ് പോസിറ്റീവ് ആക്കിയപ്പോൾ ആം ഐ, ക്ലിയറാണ്, ഓക്കെയാ.
പോസിറ്റീവ് നെഗറ്റീവ് ആക്കുമ്പോൾ ആമിൻ്റെ ഐ അല്ല ശരി, ആറിൻ്റെ ഐ ആണ് ശരി. മാറിപ്പോരുത്, ആറിൻ്റെ ഐ. കാരണം പലപ്പോഴും പലരും എക്സാമിന് ആ ഒരു സമയത്തുള്ള ഒരു വെപ്രാളത്തിൽ ഇതിങ്ങനെ തിരിച്ചു വെച്ച് എഴുതിയിട്ട് വരുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറയാൻ കാരണം. ആം എന്നുള്ളത് ഇപ്പുറത്ത് എന്തായിട്ട് എഴുതാറുണ്ട്, ആമിൻ്റെ ഐ എന്ന് എഴുതി വെച്ചിട്ട് വരാറുണ്ട്. മാറരുത്, ആം എന്നുള്ളത് ഇപ്പുറത്ത് നെഗറ്റീവ് ആകുമ്പോൾ ആറിൻ്റെ ഐ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എ ലിറ്റിലും എ ഫ്യൂവും ചേർത്ത് കഴിഞ്ഞാൽ എന്താകുമെന്നുള്ളത്. എ ലിറ്റിൽ പ്രോഗ്രസ് ഹാഡ് ബീൻ മെയ്ഡ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ചെയ്യേണ്ട പോസിറ്റീവാണ്, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് വരും. തന്നിരിക്കുന്നത് ആരാണ് ഓക്സിലറി ഇത് നോക്കുക, ഹാഡാണ്. ഹാഡ് കൊടുക്കുക. ലിറ്റിൽ പ്രോഗ്രസ്, അവിടെ ഒരു വ്യക്തിയെ ഒരു ആളിനെ കുറിച്ചിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ലിറ്റിൽ പ്രോഗ്രസ് ഹാഡ് ബീൻ മെയ്ഡ് എന്ന്, ലിറ്റിൽ പ്രോഗ്രസ് എന്നാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ചേർക്കണം, ഇറ്റാണ് ചേർക്കേണ്ടത്. എന്താണ്, ഇറ്റ്. ഹാഡിൻ്റെ ഇറ്റാണ് ശരി. ഓക്കെ, ലിറ്റിൽ പ്രോഗ്രസ്, ലിറ്റിൽ എന്നല്ല എ ലിറ്റിലാണ്, അതുകൊണ്ട് അത് പോസിറ്റീവ്. അതുകൊണ്ട് ടാഗ് എന്തായി, നെഗറ്റീവ്. ഓക്കെ, എ ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ. അടുത്ത ചോദ്യം അതല്ലേ. ഓക്കെ, എ ഫ്യൂ പീപ്പിൾ ന്യൂ ദ ആൻസർ എന്നുള്ളത് എ ഫ്യൂ പോസിറ്റീവാണ്. ന്യൂ, അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് ആരാണ് ഓക്സിലറി എന്ന് നോക്കുക. എ ഫ്യൂ പീപ്പിൾ എന്തായാലും അത് പോസിറ്റീവാണ്, ഇപ്പുറത്ത് നെഗറ്റീവാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഓക്സിലറി ആരെന്ന് നോക്കുക. ഓക്സിലറി ഇതിനകത്തൊന്നും കാണുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും, വേർബിനെ എടുത്ത് നോക്കും. വേർബിനെ എടുത്ത് നോക്കുമ്പോൾ നോയുടെ പാസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നോയുടെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഡിഡ് പ്ലസ് നോയാണ് എന്ത്, ന്യൂ. ഡിഡ് പ്ലസ് നോയാണ് ന്യൂ. നോയുടെ ഡിഡ് ഫോം ആണ് ആര്, ന്യൂ. അപ്പോൾ നമുക്ക് ഓക്സിലറി കിട്ടിയല്ലോ. ആരാ, ഡിഡ്. ഡിഡിൻ്റെ ദേ, ഡിഡിൻ്റെ ദേ. അപ്പം നിങ്ങൾ ചോദിക്കും, സാറേ ഈ ദേ എവിടെ നിന്ന് വന്നു, ദേ ഇവിടെ ഇല്ലല്ലോ എന്ന് ചോദിച്ചാൽ, എ ഫ്യൂ പീപ്പിൾ, കുറച്ച് പേര്, അതൊരു പ്ലൂറൽ ഫോമിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റത്തുള്ളൂ, ദേ എഴുതാൻ പറ്റത്തുള്ളൂ. അതാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയാൻ പോകുന്നത്. ഇതുവരെയുള്ളതെല്ലാം നമുക്ക് സെറ്റായെന്ന് വിചാരിക്കുന്നു. നമ്മൾ എക്സാമിന് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലേക്ക് വരണം. ഒന്ന് നെഗറ്റീവ് ഏതാണെന്ന് അറിയണം, പോസിറ്റീവ് ഏതാണെന്ന് അറിയണം. അതറിഞ്ഞ് വേണം എന്ത് ചെയ്യാൻ, എക്സാം എഴുതാനായിട്ട്. നമുക്ക് പെട്ടെന്ന് കിട്ടുമ്പോൾ ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ചിലപ്പോൾ അത് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ അത് തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, മാക്സിമം പ്രാക്ടീസ് ചെയ്യണം. അടുത്തത് സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഹീ ഈസ് പ്ലേയിങ്, ഹീ ഈസ് നോട്ട് പ്ലേയിങ്. വേറൊന്നുമില്ലല്ലോ. സെൻറ്റൻസ് എന്താണ്, പോസിറ്റീവാണ്. ഈസ് ആണ് അവിടുത്തെ ഓക്സിലറി. ഈസ് എഴുതുന്നു. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആക്കുന്നു. ഈസിൻ്റെ കൂടെ നോട്ട് ചേർത്ത് ഈസിൻ്റെ ആക്കുന്നു. അവിടുത്തെ സബ്ജക്റ്റ് ആരാണ്, ഹീ. നെക്സ്റ്റ് വൺ, ഹീ ഈസ് നോട്ട് പ്ലേയിങ്. കണ്ടാൽ തന്നെ അറിയാതെ എന്താണ്, നെഗറ്റീവാണ്. ഓക്സിലറി ഈസാണ്. പ്രോനൗൺ ആരാ, ഹീ. ഹീ ഈസ് നോട്ട് പ്ലേയിങ് എന്തായിട്ട് മാറി, ഈസ് ഹീ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് ദേ വന്നു അല്ലേ, നിങ്ങൾക്ക് എല്ലാവരുടെ മനസ്സിലേക്കും ഡൗട്ട് വന്ന് കാണും. ദേ വന്നു, ദാ കൊടുത്തിട്ടുണ്ട്. എവരിബഡി, എ ഫ്യൂ, ദ ഫ്യൂ, സംബഡി, നോബഡി, നൺ ഓഫ്, ഫ്യൂ, സം വൺ, നോ വൺ, നൺ, എനി വൺ, നെയ്തർ, എനിബഡി, എവരി വൺ. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ പ്രോനൗൺ എന്താകണം, ദേ ആകണം. ഒന്നുകൂടി പറയാം, എവരിബഡി ദേ ആകണം. എ ഫ്യൂ ദേ ആകണം. അപ്പം നമ്മൾ നേരത്തെ എ ഫ്യൂ ചെയ്ത ഓർമ്മ ഉണ്ടാവുമല്ലോ. എ ഫ്യൂ അതുകൊണ്ടാണ് എന്തായത്, ദേ ആയത്. സംബഡി ദേ ആകണം. ദ ഫ്യൂ ദേ ആകണം. നോബഡി ദേ ആകണം. നൺ ഓഫ് പറയുമ്പോഴത്തേക്ക് എങ്ങനെ ദേ വന്നു, നൺ ഓഫ് ദം. ഓക്കെ, ഒരുപാട് പേരുടെ ഇടയിൽ അല്ലെങ്കിൽ ഒരുപാട് പേരെ കുറിച്ചിട്ടാണ് നമ്മളവിടെ പറയുന്നത്. ദേ വരണം. ഫ്യൂ ഏത് വരണം, ദേ വരണം. സമ്മൺ ദേ വരണം. അപ്പം മാറ്റി എഴുതുമ്പോൾ എന്താവണം, ദേ ആകണം. നോ വൺ ദേ ആകണം. അതുപോലെ എന്താ, നൺ, എനി വൺ, നെയ്തർ, എനിബഡി, എവരി വൺ. ഇതെല്ലാം എന്തായിട്ട് മാറണം, ദേ ആണ്. അപ്പോൾ ടാഗ് എഴുതുമ്പോൾ പ്രോനൗൺ എന്താവണം, ദേ ആകണം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പ്ലൂറലിന് വരുന്ന ഓക്സിലറി ആരാണോ അതിനെ വേണം ഇതിനോടൊപ്പം എഴുതാൻ. പ്ലൂറലിന് വരുന്നത് ആണ് എന്ത് ചെയ്യേണ്ടത്, ദേയുടെ ഒപ്പം ദേ ആണ് പ്രോനൗണായിട്ട് വരേണ്ടത്. ഈ പറയുന്നത് ആരാണോ അവിടെ സബ്ജക്റ്റായിട്ട് വന്നിട്ടുള്ളത്, ഇവരാര് വന്നാലും ആരെയാണ് ചേർക്കേണ്ടത്, ദേ ആണ്. അപ്പോൾ ദേ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓക്സിലറി എന്തായിരിക്കണം, പ്ലൂറലിന് ഏത് ഫോമാണോ കൊടുക്കുന്നത്, ഏത് ഓക്സിലറി ആണോ കൊടുക്കേണ്ടത് അത് തന്നെയായിരിക്കണം കൊടുക്കണം. നമ്മൾ അപ്പുറത്ത് നിന്നെടുത്ത് ഈസ് എടുത്ത് ഇപ്പുറത്ത് എഴുതില്ല.
ദേ ആയതുകൊണ്ട് അവിടെ എന്താ ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്ലൂറൽ ഫോമിലുള്ള ആറ് എഴുതാൻ പറ്റത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ആപ്പട കൺഫ്യൂഷനായി. ഇപ്പോൾ നമ്മുടെ ദാമു ഒന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, അതെന്താണ് എന്നുള്ളത് ഇനി പറഞ്ഞുതരാം. നോക്കിക്കോളൂ. നമ്മൾ ആദ്യം ഒരു സിമ്പിൾ സെൻറ്റൻസ് എഴുതിയതിന് ശേഷം എവരിബഡി വെച്ചുള്ളത് നോക്കാം. ഹി പ്ലേസ് ദ വയലിൻ. അതെന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഫോം, ആ ഒരു വേർബ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നാണ്. ഹി പ്ലേസ് ദ വയലിൻ. നോക്കുക, ഇവിടെ ഓക്സിലറി ഇല്ല എന്നല്ല, ഓക്സിലറി എവിടെ ഉണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. ആരോടൊപ്പമാണ്? വേർബിനോടൊപ്പമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്ലേസ്. പ്ലേ എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ്, പ്രസൻറ്റ് ഫോമിലുള്ളതാണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ പ്ലേയുടെ കൂടെ ഒരു എസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു വേർബിനോടൊപ്പം എസ്, ഇ എസ്, ഐ എസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനോടൊപ്പം ഡസ് ആണ് എന്നുള്ളതാണ്. ഡസ് പ്ലസ് പ്ലേ ആണ് എന്ത്? പ്ലേസ്. അപ്പോൾ അവിടുത്തെ ഓക്സിലറി നമുക്ക് കിട്ടി, ഡസ് എഴുതി. നെഗറ്റീവാണോ പോസിറ്റീവാണോ? പോസിറ്റീവാണ്, നെഗറ്റീവ് ആക്കി. ഹീ ആണ് അവിടുത്തെ പ്രോണൗൺ, എഴുതി. ഹീ പ്ലേസ് ദ വയലിൻ. ഇതേ സംഗതി തന്നെയാണ് തൊട്ട് താഴെ. നോക്കുക, എവരിബഡി വാണ്ട്സ് ടു ബി ഹാപ്പി. അപ്പം നമ്മൾ ആദ്യം ഓക്സിലറി കണ്ടുപിടിക്കുന്നു. വാണ്ട്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ് പ്ലസ് വാണ്ട്. ഓക്കെ അല്ലേ? ഡസ് എന്ന് പറയുന്നത് സിംഗുലർ ഓക്സിലറി ആണ്. ഡസ് എന്ന് പറയുന്നത് എന്തുവാണ്? സിംഗുലർ ഓക്സിലറി ആണ്. ഇവിടുത്തെ ഒരു പ്രശ്നമുള്ളത്, എവരിബഡിയാണ് കൊടുത്തിരിക്കുന്നത്. എവരിബഡി വന്നാൽ ആരാണ് പ്രോനൗൺ? ദേ ആണ് പ്രോനൗൺ. ദേ പ്രോനൗൺ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സിംഗുലർ ഓക്സിലറി ചേർക്കാൻ പറ്റില്ല. പ്ലൂറൽ ഓക്സിലറി വേണം ചേർക്കാൻ. ആരെ വേണം ചേർക്കാൻ? പ്ലൂറൽ ഓക്സിലറി വേണം ചേർക്കാൻ. അപ്പോൾ പ്രസൻറ്റ് ടെൻസിലെ രണ്ട് ഫോം ഉണ്ട്, ഒന്ന് ഡസ്സും ഒന്ന് ഡൂ. ഡസ് എന്ന് പറയുന്നത് സിംഗുലറും ഡൂ എന്ന് പറയുന്നത് പ്ലൂറലും. ആ ഡൂ എടുത്ത് ഇവിടെ ചേർക്കുന്നു. നെഗറ്റീവാണോ പോസിറ്റീവാണോ? നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതെന്താണ്? പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഡോണ്ട് ദേ. ഡോണ്ട് ദേ. എന്തുകൊണ്ടാണ് ഡോണ്ട് ദേ വന്നതെന്ന് മനസ്സിലായല്ലോ. എന്താ കാര്യം? യഥാർത്ഥത്തിൽ ഇവിടെ വരേണ്ടത് ഡസിൻ്റെ ദേ ആണ് വരേണ്ടത്. ഡസിൻ്റെ ദേ ആണ് വരേണ്ടത്. പക്ഷേ എവരിബഡി പ്രോനോണാക്കി ഇപ്പുറത്ത് എഴുതിയപ്പോൾ എന്തായി? ദേ ആയി. ദേക്കൊരിക്കലും സിംഗുലർ ഓക്സിലറി വരില്ല. പിന്നെ ആരേ വരത്തുള്ളൂ? പ്ലൂറൽ ഓക്സിലറി വരത്തുള്ളൂ. ഓക്കെ, പ്ലൂറൽ ഫോമാണ്. ദേ എന്ന് പറയുന്നത് പ്ലൂറൽ. ഇങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. സിംഗുലർ എന്ന് പറയുന്ന ഫോമിലല്ല ആരുള്ളത്? ദേ ഉള്ളത്. ദേ എന്താണ്? പ്ലൂറലാണ്. അപ്പോൾ പ്ലൂറലിൻ്റെ കൂടെ ആരേ ചേരത്തുള്ളൂ? പ്ലൂറലേ ചേരത്തുള്ളൂ. അങ്ങനെ ഓർത്ത് വയ്ക്കുക, പ്ലൂറൽ ഓക്സിലറിയെ ചേരത്തുള്ളൂ. ദേ ആണോ? അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യുക? സബ്ജക്റ്റ് ആരാണെന്ന്. ബാക്കിയുള്ളതിലെല്ലാം നമുക്ക് പ്രശ്നമില്ല. ഹീ ആണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഹീ സിംഗുലറാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ എവരിബഡിയാണ്. അപ്പോൾ അപ്പുറത്ത് പോകുമ്പോൾ എന്താണ്? വാണ്ട്സ് എന്നുള്ളത് ഡസ് അല്ല, പിന്നെന്താണ്? ഡൂ ആയിട്ട് മാറും. ഡോണ്ട് ദേ. ഓക്കെ, മസ്റ്റായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ രണ്ട് ഓപ്ഷനും കാണും. നമ്മൾ ഈ വാണ്ട്സ് എടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് ഡസ്സിൻ്റെ ദേ എഴുതി വയ്ക്കും. ആൻസർ കീ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും നമ്മൾ എഴുതിയത് തെറ്റായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് വരാതിരിക്കാനാണ് ഈ പറയുന്നത്. എന്തുകൊണ്ട് ഡൂ ആയി എന്നുള്ളതാണ്. അതേപോലത്തെ തന്നെയാണ് നമ്മൾ ഇനിയും വരാൻ പോകുന്നത്. someone plays the violin. ക്വസ്റ്റ്യൻ ഇതാണ്, someone plays the violin. നോക്കുക, ഓക്സിലറി ആരാണെന്ന് കണ്ടുപിടിക്കുക. പ്ലേസ് ആണ്, പ്ലേയുടെ കൂടെ ഡസ്. അപ്പോൾ ഡസ് ആണ്, സമ്മതിച്ചു. someone ആണ്, പുറത്ത് എന്തേ വരാൻ പറ്റത്തുള്ളൂ? ദേ എന്ന് പറയുന്ന ഫോമിലേ വരാൻ പറ്റത്തുള്ളൂ. ദേ എന്ന് പറയുന്ന പ്രോനൗണേ വരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ സെനൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കുക. സെനൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? സെനൻസ് പോസിറ്റീവ് ആണ്. എന്തല്ല? നെഗറ്റീവ് അല്ല. അപ്പോൾ ഇപ്പുറത്ത് എന്താകണം? നെഗറ്റീവ് ആകണം. സമ്മൺ ആയതുകൊണ്ട് ദേ എഴുതി. ദേ എഴുതിയാൽ ഡസ് എഴുതാൻ പറ്റൂല, ഡു എഴുതാൻ പറ്റുള്ളൂ. ഡോണ്ട്. എന്തുകൊണ്ട് ഡു എഴുതി? പ്ലൂറൽ ഓക്സിലറിയാണ് ഡു. ഡു എന്താണ്? പ്ലൂറൽ ഓക്സിലറിയാണ്. ഡസ് എന്താണ്? സിംഗുലർ ഓക്സിലറിയാണ്. സിംഗുലർ ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ ഡസ് എഴുതും. പക്ഷേ ഇവിടെ ദേ ആണ്. ദേയുടെ കൂടെ ആരേ വരത്തുള്ളൂ? ഡോണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. someone has picked my pocket. someone has picked my pocket. someone ആണ്, വേറെ ഡൗട്ടൊന്നും വരേണ്ട കാര്യമില്ല. ദേ ആണ്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്സിലറി ആരെന്ന് നോക്കുക. ഇവിടെ ഹാസ് കിടപ്പുണ്ട്. പക്ഷേ ഹാസ് എടുത്ത് അവിടെ എഴുതാൻ പറ്റില്ല. കാരണം ഹാസ് എന്ന് പറയുന്നത് സിംഗുലർ ഓക്സിലറിയാണ്. അതിൻ്റെ പ്ലൂറൽ ഓക്സിലറി ആരാണ്? ഹാവ്. പ്ലൂറൽ ഓക്സിലറി ആരാണ്? ഹാവ്. ഓക്കെ അല്ലേ? അപ്പോൾ ഹാവിൻ്റെ ദേ എന്ന് പറയുന്ന ഫോമിലേക്ക് വരും. നോക്കുക, ഈസ് സിംഗുലർ ഓക്സിലറിയാണ്. അതിൻ്റെ പ്ലൂറൽ ആരാണ്? ആറാണ്. വാസ്
വെയർ സിംഗുലർ ആണ്, ഇപ്പുറത്ത് പ്ലൂറൽ ആണ്. ഇതറിയാൻ വേണ്ടി എഴുതുന്നതാണ്. ഹാസ് സിംഗുലർ ആണ്, ഹാവ് പ്ലൂറൽ ആണ്. ഡസ് സിംഗുലർ ആണ്, ഡു പ്ലൂറൽ ആണ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ പറയുന്നതിലാണ് സിംഗുലർ പ്ലൂറലിൽ വ്യത്യാസം വരുന്നത്. ഈസ് അല്ല ആറ് വരേണ്ടത്, എന്തുകൊണ്ട്? അപ്പുറത്ത് ദേ ആണെങ്കിൽ ആറേ വരത്തുള്ളൂ. വാസ് അല്ല വേറെ വരേണ്ടത്, അവിടെ ദേ ആണെങ്കിൽ വേറെ വരത്തുള്ളൂ, വാസ് വരത്തില്ല. ഹാസ് അല്ല ഹാവ് വരേണ്ടത്, അപ്പുറത്ത് ദേ ആണെങ്കിൽ ഹാവേ വരത്തുള്ളൂ. ഡസ് അല്ല ഡു വരണമെങ്കിൽ അവിടെ എന്ത് വരണം? അവിടെ പ്ലൂറൽ ഫോമാണ്. ദേ എന്ന് പറയുന്നത് പ്ലൂറൽ ഫോമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെ ആരേ വരത്തുള്ളൂ? പ്ലൂറൽ ഓക്സിലറി. അപ്പോൾ പ്ലൂറൽ ഓക്സിലറിയുടെ ഐഡിയാസ് നിങ്ങൾ അല്ലെങ്കിൽ ആ പ്ലൂറൽ ഓക്സിലറി വെച്ചിട്ട് എങ്ങനെ എഴുതാമെന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. നോക്കുക. ഐ തിങ്ക്, ബിലീവ്, സപ്പോസ്, ഫീൽ, ഇമാജിൻ, സീ. ഐ സീ, ഐ തിങ്ക്, ഐ ബിലീവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസുകൾ നമ്മൾ പലയിടത്തും കേട്ടിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെയൊക്കെ ടാഗ് എങ്ങനെ വരും? ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ രണ്ട് വേർബുണ്ട് അല്ലേ? ഒരു ഓക്സിലറി ആയിക്കോട്ടെ, ഒരു വേർബ് ആയിക്കോട്ടെ. ഈ വേർബിനോടൊപ്പം ഒരു ഓക്സിലറി ഉണ്ട്, ഡു എന്ന് പറയുന്ന ഓക്സിലറി ഉണ്ട്, തൊട്ടടുത്തൊരു എന്ന് പറയുന്നൊരു ഓക്സിലറി ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത, നമ്മൾ ആരെ എടുക്കും? ഒരു ഓക്സിലറി വേണമല്ലോ അപ്പുറത്തെ ടാഗ് ആക്കാൻ. ആരെയാണ് എടുക്കേണ്ടത്? ശ്രദ്ധിക്കേണ്ടത് ഐ തിങ്ക്, ഐ ബിലീവ്, ഐ സപ്പോസ്, ഐ ഫീൽ, ഐ ഇമാജിൻ, ഐ സി ഇങ്ങനെയുള്ളത് വന്നാൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അവനെ ഒന്നും എടുക്കത്തില്ല. തൊട്ടടുത്ത സെൻറ്റൻസ് ഇതാ ഇവിടെ നോക്കിയേ. ഐ ബിലീവ് യു കളഞ്ഞു. നോക്കുക, ഐ ബിലീവ് യു അത് നമ്മൾ നോക്കുന്നേ ഇല്ല, കളഞ്ഞു. നമ്മൾ ആരെ നോക്കിയാൽ മതി? യു ആർ ദ കൾപ്രിറ്റ്, യു ആർ ദ കൾപ്രിറ്റ്. അപ്പോൾ നമ്മളിവിടെ ഐ ബിലീവ് എന്നുള്ളതിനെ നമ്മൾ എടുക്കുന്നില്ല, യു ആർ ദ കൾപ്രിറ്റ്. ആരാണ്? ആറാണ്. നെഗറ്റീവോ പോസിറ്റീവോ? പോസിറ്റീവ്. ആറിൻ്റെ യു കിട്ടിയല്ലോ. ബിലീവ് വന്നാൽ, ഫീല് വന്നാൽ, തിങ്ക് വന്നാൽ, സപ്പോസ് വന്നാൽ, സി വന്നാൽ, ഐ ബിലീവ്, ഐ സി, ഐ ബിലീവ്, ഐ തിങ്ക് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഐ തിങ്കോ ഐ ബിലീവ് എന്ന് നമ്മൾ എടുക്കണ്ട, തൊട്ടടുത്ത സെൻറ്റൻസ് നോക്കിയാൽ മതി. അതിനോടൊപ്പം തന്നെയുള്ള കാര്യം നോക്കിയാൽ യു ആർ ദ കൾപ്രിറ്റ് മാത്രം നമ്മൾ നോക്കുന്നു. ആറിൻ്റെ യു. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഇനി മാറില്ലല്ലോ. ഇനി നമ്മളെ തെറ്റിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 AM നമ്മൾ എന്ത് ചെയ്യും? നമ്മളെന്താ ചെയ്യുന്നത്? ഹാഡ് എടുത്ത് അങ്ങ് എഴുതും. ഹാഡിൻ്റെ എന്ന് പറഞ്ഞിട്ട് എടുത്തെഴുതും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. അവിടുത്തെ ഹാഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചു, അല്ലെങ്കിൽ ഭക്ഷണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്നോ ലഞ്ച് കഴിച്ചോ എന്നൊക്കെയാണ് നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതാണ്. അവിടെ നമുക്ക് ഹാഡ് എന്ന് പറയുന്നത് ഒരു ഓക്സിലറി ഫോമിലല്ല, ഒരു വേർബ് ഫോമിലാണ്. അത് ശ്രദ്ധിക്കുക. ഇവിടുത്തെ ഹാഡ് എങ്ങനെയാണ്? ഒരു വേർബിൻ്റെ ഫോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാണ് തരുന്നത് എങ്കിൽ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തരുന്നതെങ്കിൽ, ഡിഗ്രി ലെവലിൽ ഉറപ്പായിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. ഹാഡാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഹാഡിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് ഹാവ്. ഹാവിൻ്റെ ഡിഡ് ഫോം. എന്താണ്? ഹാവിൻ്റെ ഡിഡ് ഫോം. അപ്പോൾ നമുക്ക് ഓക്സിലറി കിട്ടി. ആരാ അവിടെ വരേണ്ടത്? ഡിഡാ വരേണ്ടത്. ഡിഡിൻറ്റ് ഐ. എന്താണ്? ഡിഡിൻറ്റ് ഐ. ആരാ വരേണ്ടത്? ഡിഡിൻറ്റ് ഐ ആണ് അവിടെ വരേണ്ടത്. ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 AM എന്നുള്ളത് എന്തായിട്ട് മാറും? ഡിഡിൻറ്റ് ഐ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഹി ഹാസ് ഹിസ് ലഞ്ച് അറ്റ് 1 PM. സെയിം അത് തന്നെയാണ് അവിടെ വരുന്നത്. ഹാസ് എടുത്ത് സ്പ്ലിറ്റ് ചെയ്യുക. ഹാസ് എന്താകുന്നു? ഡസ് പ്ലസ് ഹാവ്. ഡസ് ആണ് അടുത്ത ഓക്സിലറി. ഡസ് എഴുതുന്നു. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? പോസിറ്റീവ്. ടാഗ് നെഗറ്റീവ് ആവും. ഡസിൻ്റെ ഹി. ഇതാണ് ഇതിനകത്തുള്ള പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരരുത്. നിങ്ങൾ ചിന്തിക്കും, അയ്യോ സാർ ഇതെങ്ങനെ തിരിച്ചറിയും? ഇവിടെ ഹാഡ് ഹാസ് കഴിഞ്ഞാൽ ഒരു വേർബ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ആ ഹാഡോ ഹാസോ തന്നെ എടുത്ത് അപ്പുറത്തെഴുതും. ഇതൊന്നുമില്ല. നമുക്കിവിടെ നോക്കിയേ, ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഹാഡിന് ശേഷം വന്നിരിക്കുന്നത് ഒരു നൗണാണ് അല്ലേ? ഹാഡിന് ശേഷം ഒരു നൗണോ ഒരു പ്രോനൗണോ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഹാസിന് ശേഷം ഒരു പ്രോനൗണോ ഒരു നൗണോ ഒക്കെ ആയിരിക്കും വന്നിരിക്കുന്നത്. ഇതാണ് എങ്കിൽ ഇവിടെ എന്താ ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഹാഡിനെ ഹാസിനെ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. ഡസ് അല്ലെങ്കിൽ ഡു വരും, അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡ് വരും. ഇതാണ് ഫോം. ഓക്കെ അല്ലേ? ഇനി നോക്കുക, ഇപ്പോൾ എക്സാമ്പിൾ ഐ ഹാവ് എന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ ഡു വരും. ഹാവ് എന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ ഡു വരും. അതാണ് പ്രത്യേകത. ഓക്കെ അല്ലേ? അടുത്തത് നമുക്ക് നോക്കേണ്ടത് രണ്ട് ഓക്സിലറി.
നോക്കുക. വി വുഡ് ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. വി വുഡ് ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആദ്യത്തെ ഓക്സിലറിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ആർക്കാണ്? ആദ്യത്തെ ഓക്സിലറിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇവിടെ ആർക്ക് കൊടുക്കും? വോഷ്, വുഡിൻഷ്, വുഡിൻ്റെ ഒക്കെ. എന്തുകൊണ്ടാണ്? സെനൻസ് പോസിറ്റീവാണ്. വുഡിൻ്റെ വി. അവിടെ എന്തല്ല? ഹാവ് അല്ല. ആദ്യത്തെ ഓക്സിലറി ആരാണോ അവർക്കാണ് എന്ത് കൊടുക്കേണ്ടത്? പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? അതിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ വേറൊരു സെനൻസ് കൂടെ എഴുതാം. ഐ വോണ്ട് ടു ഗോ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാണ്? 2 വേർബുണ്ട്. 2 വേർബിൽ ആരാണ് ആദ്യത്തത്? വോണ്ടാണ് ആദ്യത്തത്. വോണ്ടിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ആരെ ആക്കുന്നു? ഡു പ്ലസ് വോണ്ട്. അപ്പോൾ അവിടെ എന്തെഴുതും? ഡോൺഷ്, ഡോൺഷ് ഐ. ഇതാണ് പ്രത്യേകത. ഇതേപോലെ തന്നെയാണ് ഇത്. അതായത് ആദ്യം കൊടുത്തിരിക്കുന്ന ഓക്സിലറി ആരാണോ അവർക്ക് പ്രാധാന്യം കൊടുക്കുക. ആരാണോ ആദ്യം കൊടുക്കുന്ന ഓക്സിലറി, ആ ഓക്സിലറി ആദ്യത്തെ ഓക്സിലറിക്ക് വേണം പ്രാധാന്യം കൊടുക്കുക. ഇത് ഡിഗ്രി ലെവൽ എക്സാമിന് മുമ്പ് ചോദിച്ച ചോദ്യങ്ങളാണ്. നോക്കുക. നോബഡി വാണ്ട്സ് ടു ബി പുവർ, ക്വസ്റ്റ്യൻ ടാഗ്. ഡസ് ദേ ആണോ, ഡൂ ദേ ആണോ, ഡോണ്ട് ദേ ആണോ, ഡസിൻ ദേ ആണോ? സെനൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നോബഡി നെഗറ്റീവ് ആണ് സെനൻസ്. അപ്പോൾ ടാഗ് എന്താവണം? പോസിറ്റീവ് ആണ്. നോബഡി ആണെങ്കിൽ ദേ ആണ് വരേണ്ടത്. എല്ലായിടത്തും ദേ കൊടുത്തിട്ടുണ്ട്. ദേ ആണ് വരണമെങ്കിൽ എന്ത് ചെയ്യണം? വോൺസ് നോക്കുക. ഇവിടുത്തെ ഓക്സിലറി ആരാണ്? ഡസ് ആണ്. പക്ഷേ നമുക്ക് ഡസ് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം ആരാ? ദേ ആണ്. അപ്പോൾ ഡസ് എന്ന് പറയുന്ന ഓപ്ഷൻ അതിനകത്ത് എന്തായാലും ഡസിൻ്റെ ദേ അല്ല. കാരണം ടാഗ് എന്തായിട്ടാണ് വരേണ്ടത്? പോസിറ്റീവായിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഏത് വരണം? ഒന്നുകിൽ ഡോണ്ട് ദേ വരണം, അല്ലെങ്കിൽ ഡസ് ദേ വരണം, അല്ലെങ്കിൽ ഡൂ ദേ വരണം. ഏതാ വരേണ്ടത്? ഏതാ വരേണ്ടത്? ഡൂ ദേ. കാരണം സെനൻസ് എന്തായതുകൊണ്ട്? നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് എന്താകണം? പോസിറ്റീവ് ആകണം. അതായത് ഡൂ ദേ. ഡൂ ദേ നമ്മൾ നേരത്തെ ഒരുപാട് പറഞ്ഞതാണ്. ദേ ആയതുകൊണ്ട് അതിനെന്തേ വരത്തുള്ളൂ? പ്ലൂറൽ ഓക്സിലറി. നെക്സ്റ്റ് വൺ നോക്കി. വി വെന്റ് ടു വിസിറ്റ് ദം ലാസ്റ്റ് ഇയർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 വേർബുണ്ട്. ആരെയാണ് ആദ്യം നോക്കേണ്ടത്? വി വെന്റ് ടു വിസിറ്റ് ദം ലാസ്റ്റ് ഇയർ. വി വെന്റ് ടു വിസിറ്റ് ദം ലാസ്റ്റ് ഇയർ. വി ആണ് അവിടുത്തെ സബ്ജക്റ്റ്, പ്രോണൗൺ. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? വെൻ്റാണ്. വെൻ്റെന്ന് പറഞ്ഞാൽ എന്ത് ഫോമാണ്? ഡിഡ് പ്ലസ് ഗോയാണ്. ഡിഡ് പ്ലസ് ഗോയാണ്. ഡിഡ് അവിടെ എഴുതി. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? സെൻറ്റൻസ് പോസിറ്റീവ്, ടാഗ് നെഗറ്റീവ്. ഡിഡിൻ്റെ വി. ഇതാണ് ശരി. അതായത് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ്, കഴിഞ്ഞ 2019 ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് ചോദിച്ച ചോദ്യമാണ്. അടുത്ത ഒരു 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതുവരെ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവരുടെ ഉള്ളിലേക്കും കയറി എന്ന് വിചാരിക്കുന്നു. പലപ്പോഴും നമ്മൾ ശരിയാണെന്ന് വിചാരിച്ചിരുന്ന പലതും എന്തുകൊണ്ട് തെറ്റിപ്പോയി ഒരു ഐഡിയ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇറ്റ് റെയിൻഡ് യെസ്റ്റർഡേ ഡാഷ്. ഡിഡിൻ്റ് ഇറ്റാണോ, വാസിൻ്റ് ഇറ്റാണോ, വാസിറ്റ് ആണോ, ഈസിൻ്റ് ഇറ്റാണോ? ഇറ്റാണ് ഇവിടെ വരേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. ഇറ്റാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, ശരിയാണ്. എന്താണ്? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. അപ്പോൾ ടാഗ് നെഗറ്റീവ് ആവണം. ടാഗ് എന്താകണം? നെഗറ്റീവ് ആവണം. ഡിഡിൻഷ് ആണോ, വാസിൻ്റ് ആണോ, വാസിറ്റ് ആണോ, ഈസിൻ്റ് ആണോ? റെയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിഡ് പ്ലസ് റെയിനാണ്. ഡിഡ് പ്ലസ് റെയിനാണ്. അതുകൊണ്ട് തന്നെ ആരാണ്? ഡിഡ്. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ്. ഡിഡിൻഷ് ഇറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹി നോസ് നോബഡി ഇൻ ദ കോളനി എന്നുള്ളതിൽ ആദ്യം സബ്ജക്റ്റ് ഹി എഴുതുന്നു. അതിനകത്ത് കൺഫ്യൂഷനൊന്നുമില്ല. നോസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോയുടെ ഡസ് ഫോം. നോയുടെ ഡസ് ഫോം. അതുകൊണ്ട് ഡസ് അവിടെ എഴുതി. ഇനി നോക്കുക, സെനൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? സെനൻസ് നെഗറ്റീവ് ആണ്. നോബഡി ഇടയിൽ കിടപ്പുണ്ട്. അവിടെ എന്താണ്? നെഗറ്റീവാണ്. അതുകൊണ്ട് ഡസ് ഹി. ഏതാ ശരി? ഓപ്ഷൻ എ, ഡസ് ഹി ആണ് ശരി. ഡസിൻ്റെ ഹി അല്ല, ഡസ് ഹി. ഇത് എപ്പോഴും ചോദിച്ചതാ? ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് 2015 ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാവും. ഒരുവിധം ഉള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. ഒരുവിധം നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന പ്രധാനപ്പെട്ട ചില സംഗതികളിലാണ് നമ്മളിന്ന് മാക്സിമം ഫോക്കസ് ചെയ്തത്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ ഒരു ക്ലാസ്സിനെ കുറിച്ച് പറയുന്നതിനോടൊപ്പം തന്നെ KS മെൻറ്റർ എന്താണ് എന്നുള്ളത് വീഡിയോ കാണുന്ന പലർക്കും അറിയണം. അതിൻ്റെ റിസൾട്ടാണ് ബാക്കിലുള്ളത്. നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിന്, കഴിഞ്ഞ പരീക്ഷകൾക്ക് ഡിഗ്രി ലെവൽ എക്സാമിന് റാങ്ക് ലിസ്റ്റ് കയറിയവരുടെ ഡീറ്റെയിൽസാണിത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്, KS, ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ടെസ്റ്റ് സീരീസ്. ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ടെസ്റ്റ് സീരീസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ KS-ഉമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഡിഗ്രി ലെവലിൻ്റെ എല്ലാ എക്സാമുകളുടെയും ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. KS മെൻറ്ററിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ ഇനി നമുക്ക് സമയം മാറ്റി വയ്ക്കാനില്ല. ഇന്നെങ്കിൽ ഇന്ന് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് KS മെൻറ്റർ എന്ന ടെലഗ്രാം ചാനലിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇതിൻ്റെ PDF നോട്ട് അതിനകത്തുണ്ടാവും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുക. അപ്പോൾ അതിൽ മറ്റൊരു കാര്യമുള്ളതെന്ന് കഴിഞ്ഞാൽ നമ്മൾ 5 പേരിൽ ഒരാൾ റാങ്ക് ലിസ്റ്റിൽ എന്ന് പറയുന്ന രീതിയിലേക്ക് KS മെൻറ്റർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരാൾ നിങ്ങളുമാകട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുക. റാങ്ക് ലിസ്റ്റ് എല്ലാവർക്കും കയറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബായ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.